നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. വയനാട്ടിലെ ലീസ് ഭൂമിയിലെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ലീസ് അവകാശം പുനഃസ്ഥാപിക്കാൻ മന്ത്രിതലത്തിൽ തീരുമാനം. റയോൺസ് ക്വാർട്ടേഴ്സിലെ 24 പേർക്ക് പട്ടയം. അവശേഷിക്കുന്നവരുടെ പട്ടയ വിതരണം ഗൗരവമായി പരിഗണിക്കുമെന്ന് മന്ത്രി കെ രാജൻ. വിലങ്ങാട്ടെ ദുരിതബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കും. ചൂരൽമലയിലെ അതിപരിഗണന നൽകുമെന്ന് മന്ത്രി കെ രാജൻ. കടമക്കുടി, കുമ്പളങ്ങി, പെരുമ്പാവൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വയനാട് ജില്ലയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കാർഷിക ആവശ്യങ്ങൾക്കായി വനം വകുപ്പ് പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമിയുടെ പാട്ടം പുതുക്കി നൽകാത്തതുമൂലം കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകുന്നു. വയനാട്ടിലെ 100 കണക്കിന് കർഷകർ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നത്തിനാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പരിഹാരമായത്. സുൽത്താൻ ബത്തേരി താലൂക്കിലെ നൂൽപ്പുഴ, കിടങ്ങനാട്, പുൽപ്പള്ളി, നടവയൽ വില്ലേജുകളിലും മാനന്തവാടി താലൂക്കിലെ തിരുനെല്ലി, തൃശ്ശിലേരി വില്ലേജുകളിലും ഉൾപ്പെട്ടുവരുന്ന കൃഷിഭൂമി ഗ്രോ മോർ ഫുഡ് പദ്ധതിയുടെ ഭാഗമായി സ്വാതന്ത്ര്യത്തിന് മുൻപാണ് വനം വകുപ്പ് ഇത്തരത്തിൽ പാട്ടത്തിന് നൽകിയത്. ഇതിന് 2003 വരെ പാട്ടം പുതുക്കി നൽകുകയും ചെയ്തു. എന്നാൽ വനഭൂമി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധികളുടെയും മറ്റും അടിസ്ഥാനത്തിൽ പിന്നീട് പാട്ടം പുതുക്കി നൽകിയില്ല. ഇതുമൂലം കർഷകരെ കുടിയൊഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ വനം വകുപ്പ് ആരംഭിച്ചിരുന്നു. കർഷകർക്കെതിരെ വനം നിയമപ്രകാരം കേസുകളും രജിസ്റ്റർ ചെയ്തിരുന്നു. 2003 പാട്ടം പുതുക്കിയ കർഷകർക്കോ അവരുടെ അനന്തരാവകാശികൾക്കോ വീണ്ടും ഭൂമി പാട്ടമായി നൽകുന്നതിനാണ് യോഗം തീരുമാനമെടുത്തത്. കർഷകർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുന്ന കാര്യം വനം വകുപ്പ് അനുഭാവപൂർവ്വം പരിഗണിക്കും. വന്യമൃഗശല്യം മൂലം പാട്ടഭൂമിയിലെ കൃഷി നശിച്ച കർഷകർക്ക് പാട്ടം പുതുക്കുന്നതോടുകൂടി തടഞ്ഞുവെച്ച നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടി വനം വകുപ്പ് സ്വീകരിക്കും. പുനരധിവസിക്കപ്പെട്ടവർക്ക് വനം വകുപ്പ് പ്രഖ്യാപിച്ച ആനുകൂല്യം നൽകിയിട്ടില്ലെന്ന പരാതി പരിശോധിച്ച് പരിഹരിക്കും. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു, സുൽത്താൻ ബത്തേരി MLA I.C. ബാലകൃഷ്ണൻ, വനം റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, കർഷക പ്രതിനിധികൾ, പ്രദേശത്തെ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പെരുമ്പാവൂർ ട്രാവൻകൂർ റയോൺസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കണമെന്ന ദീർഘകാലത്തെ ആവശ്യത്തിന് പരിഹാരം. 24 പേർക്കാണ് മന്ത്രി കെ രാജൻ പട്ടയം വിതരണം ചെയ്തത്. അർഹരായ അവശേഷിക്കുന്നവരുടെ കാര്യവും ഗൗരവമായി പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അവശേഷിക്കുന്നവരുടെ പ്രശ്നവും ഗുരുതരമാണ്. അനുകൂലമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ട്രാവൻകൂർ റയോൺസ് കമ്പനിയിലെ ജീവനക്കാർക്ക് വേണ്ടി 2 കുടുംബങ്ങൾക്ക് താമസിക്കാൻ പര്യാപ്തമായ വിധം 25 ക്വാർട്ടേഴ്സുകൾ നിലവിലുണ്ടായിരുന്നപ്പോഴാണ് 1989 ട്രാവൻകൂർ റയോൺസ് പ്രവർത്തനരഹിതമായത്. 1990 മുതൽ ക്വാർട്ടേഴ്സ് ഇരിപ്പ് സ്ഥലം പതിച്ചു കിട്ടുന്നതിന് നിവാസികൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ക്വാർട്ടേഴ്സിലെ നിലവിലെ കൈവശക്കാരായ 50 പേരിൽ അർഹരായ 24 പേർക്കാണ് ഇപ്പോൾ പട്ടയം നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്ടുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം അനുഭവിക്കുന്ന ദുരന്തബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. ചുരൽമലയിലെ ദുരന്തബാധിതർക്ക് നൽകുന്ന അതേ പരിഗണന വിലങ്ങാട്ടും നൽകും. ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഡ്രോൺ ഇമാജിനേഷൻ എന്ന സ്ഥാപനം മുഖേന ലിഡാർ സർവേ നടത്തിയ റിപ്പോർട്ട് ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ കോഴിക്കോട് NITയിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി പ്രദേശങ്ങൾ വാസയോഗ്യമാണോ എന്ന കാര്യത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി ജനുവരി മാസത്തിൽ കൈമാറുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തബാധിതർക്കായി താൽക്കാലിക വാടക വീടുകളിൽ താമസിക്കുന്ന 92 കുടുംബങ്ങൾക്ക് നൽകുവാൻ തീരുമാനിച്ചിട്ടുള്ള 6000 രൂപ വീതം കൃത്യമായി ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തും. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്കായുള്ള ധനസഹായത്തിന്റെ ഭാഗമായി ഒരു കുടുംബത്തിലെ മുതിർന്ന 2 പേർക്ക് നൽകുവാൻ തീരുമാനിച്ച 300 രൂപ ദിവസവേതനം 90 ദിവസത്തേക്ക് പൂർണ്ണമായും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. യോഗത്തിൽ
ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, നാദാപുരം MLA EK വിജയൻ, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, PCCF രാജേഷൻ, ലാൻഡ് റവന്യൂ കമ്മീഷണർ A കൗശികൻ, കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ, ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് എന്നിവർ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ 3 വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ടായി. നിർമ്മാണം പൂർത്തിയാക്കിയ കടമക്കുടി, കുമ്പളങ്ങി, പെരുമ്പാവൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളും ഭൂരേഖകളും എൻ്റെ ഭൂമി പോർട്ടലിൽ ലഭ്യമാക്കാനും ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിപ്പിക്കാനും കഴിയുമെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. ഭവനരഹിതരും ഭൂരഹിതരും ഇല്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും പട്ടയം സംബന്ധിച്ച പ്രശ്നങ്ങൾ ഒന്നൊന്നായി പരിഹരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവരസാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ സർക്കാർ സേവനങ്ങൾ വേഗത്തിലും ആയാസരഹിതമായും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1600 വില്ലേജ് ഓഫീസുകളിൽ 697 വില്ലേജുകൾ നവീകരിക്കുന്നതിനുള്ള ഭരണാനുമതി നൽകി. ഇതിൽ 527 പൂർത്തീകരിച്ചു. ബാക്കിയുള്ള വില്ലേജുകളിൽ 331 വില്ലേജുകൾ മാത്രമാണ് പൂർണ്ണമായി പൊളിച്ചു പണിയേണ്ടി വരിക. ബാക്കിയുള്ളവ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തി സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഏറ്റവും അർഹരായ ജനതയ്ക്ക് നീതി ലഭ്യമാക്കുന്ന ഓപ്പറേഷൻ സ്മൈൽ ഭാവനാപൂർണമായ പദ്ധതിയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. കൊറഗ വിഭാഗക്കാർക്ക് നഗരനകത്തെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്ന ഓപ്പറേഷൻ സ്മൈൽ പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അശരണരെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് കേരള സർക്കാരിൻ്റെതെന്നും സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന പ്രാക്തന ഗോത്രവർഗക്കാരുടെ ഭൂമി ഉറപ്പാക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് റവന്യൂ വകുപ്പ് നൽകി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കുകളിലെ 51 നഗരങ്ങളിലായി 539 കുടുംബങ്ങളുടെ 194 ഹെക്ടർ ഭൂമി സംരക്ഷിക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തുന്ന പദ്ധതിക്ക് മന്ത്രി ആശംസകൾ നേർന്നു. ഓപ്പറേഷൻ സ്മൈൽ പദ്ധതിയുടെ ഭാഗമായി 51 നഗരങ്ങളിലായി 359 കുടുംബങ്ങളുടെ 194 ഹെക്ടർ ഭൂമി സർവേ നടത്തി അളന്നു തിട്ടപ്പെടുത്തി അതിര് തിരിച്ചു നൽകുന്നതിന് പട്ടികവർഗ വകുപ്പിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്നും തുക വിനിയോഗിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. മുനമ്പം ഭൂവിഷയം കമ്മീഷൻ മുമ്പാകെ ബന്ധപ്പെട്ടവർക്ക് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. മുനമ്പം ഭൂവിഷയത്തിൽ ഉടമസ്ഥത സംബന്ധിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്തി സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യാം. കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം നിയോഗിക്കപ്പെട്ട ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ മുമ്പാകെ വിഷയവുമായി ബന്ധപ്പെട്ടവർക്ക് ആക്ഷേപങ്ങൾ, പരാതികൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തുടങ്ങിയവ അറിയിക്കാം. തപാൽ മുഖേനയും സർക്കാർ പ്രവൃത്തി ദിനങ്ങളിൽ കാക്കനാട് ഓഫീസിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ നേരിട്ടും സമർപ്പിക്കാം. തപാൽ വിലാസം 1B ഭവാനി, കുന്നുംപുറം, കാക്കനാട്, പിൻ 682030. കാഴ്ച പരിമിതരുടെ ലോകം അനുഭവിച്ചറിയാൻ മലപ്പുറം കളക്ട്രേറ്റിൽ ഡാർക്ക് റൂം. കാഴ്ച പരിമിതിയുള്ളവർ നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് അനുഭവിക്കാൻ മറ്റുള്ളവർക്കും അവസരം നൽകുന്നതിനായി മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഡാർക്ക് റൂം ഒരുക്കി ജില്ലാ ഭരണകൂടം. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ തുടർച്ചയായാണ് കാഴ്ച പരിമിതരുടെ ലോകം മറ്റുള്ളവർക്കും അനുഭവവേദ്യമാക്കുന്ന വ്യത്യസ്തമായ പരിപാടി ജില്ലാ ഭരണ കാര്യാലയം ഒരുക്കിയത്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൻ്റെയും പെരിന്തൽമണ്ണ അബേറ്റ് കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭിന്നശേഷി സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം വർദ്ധിപ്പിക്കുക, സമത്വത്തിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും സന്ദേശം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഡാർക്ക് റൂമിലൂടെ ലക്ഷ്യമിട്ടത്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി ജില്ലാ കളക്ടർ VR വിനോദ് മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിയുടെ തുടർച്ചയായാണ് കാഴ്ച പരിമിതരുടെ ലോകം ആവിഷ്കരിക്കുന്ന ഡാർക്ക് റൂം സജ്ജമാക്കിയത്. കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് ഡിസംബർ 9 മുതൽ. കരുതലും കൈത്താങ്ങും മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് ഡിസംബർ 9 തുടക്കമാകും.
തിരുവനന്തപുരത്ത് വഴുതക്കാട് സർക്കാർ വനിതാ കോളേജിൽ രാവിലെ 10-ന് താലൂക്ക് തല അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രിമാർ, MLA മാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനത്തൊട്ടാകെ താലൂക്ക് തല അദാലത്തുകൾ ജനുവരി 13 വരെ നടക്കും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.